ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വാഴപ്പിണ്ടി തോരൻ വയ്ക്കുകയാണ്. തോരൻ വയ്ക്കാൻ ഒന്നുമില്ലായിരുന്നു. അപ്പം അമ്മൂമ്മ ഒരു കൊല വെട്ടി. അപ്പം അതിൽ നമ്മൾ പീണ്ടി എടുത്ത് അതെടുത്ത് നമുക്ക് തോരൻ വയ്ക്കാം. നമ്മളിത് വട്ടത്തിന് കണ്ടിച്ചു. ഇതിനകത്ത് കറയുണ്ട് കേട്ടോ തോനെ. നൂല് നല്ല നൂലുണ്ട്. ആ നൂല് നമ്മളുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നൂലിങ്ങനെ വരും. കൈ കൊണ്ട് ഇങ്ങനെ വിരലുകൊണ്ടാക്കി എടുക്കണം. ഇതെല്ലാം നല്ല റൗണ്ടായിട്ട് അരിഞ്ഞു വയ്ക്കണം. എന്നിട്ടാണ് ഇത് കഴുകിയിട്ട് പിന്നെ കൊത്തി 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 ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അരിഞ്ഞാൽ മതി. കൊത്തി അരിഞ്ഞാൽ മതി. അയ്യോ, അപ്പൊ നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കാണിക്കാം. നമ്മള് അരിഞ്ഞു വെച്ച പീണ്ടിയെല്ലാം തോട്ടിട്ട് കൊടുക്കാം. നല്ലോണം കഴുകി സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് വെച്ചിരിക്കുക. കടു വറുത്താനൊക്കെ ഇടാം. ഇനി ഇത് നന്നായി വാടി വരണം. അപ്പൊ ഇതിനെ അരപ്പൊക്കെ നമ്മൾ അരച്ചു വെച്ചേട്ടാ. ആവശ്യത്തിന് ഉപ്പും കൂട്ടി ഇളക്കിയെടുക്കാം. വേവട്ടെ. ഇച്ചിരി ഒന്നാണ് വാടണം. അപ്പൊ നമ്മളിതിനകത്ത് അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ട, ഇനി ഇതും കൂട്ടിയാണ് ചോറ് കഴിക്കാൻ. അപ്പം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ അരപ്പ് അരച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്തായാലും മുട്ട അരച്ച ജീരകവും വെളുത്തുള്ളിയും അവളെ അരച്ചോണ്ടോ കേട്ടാ. ഒരു പച്ചമുളകും കൂടെ അരച്ചു. ഒരുപാട് എരിയൊന്നും വേണ്ടല്ലേ, അതുകൊണ്ട് ഒന്നേ അരച്ചോളൂ. അപ്പൊ നമുക്കിനി കഴിക്കുമ്പോ കാണാം. നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കട്ടെ. ചൂടുണ്ട്. ഇവർക്കാർക്കും വേണ്ടെന്ന്, ഇവർ പിന്നെ കഴിക്കുന്നേ വിശപ്പില്ലടേ. നമ്മളെന്തായാലും കഴിക്കാൻ വേണം. നമുക്ക് വിശക്കുന്നതുകൊണ്ട് കഴിക്കാൻ വിചാരിച്ചു. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ഇപ്പം ചോറ് കഴിക്കട്ടെ. മീൻ പൊരിച്ചും കൂടെ വേണമായിരുന്നു, പക്ഷെ തീർന്നു ഉച്ചക്കത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തോരനങ്ങ് തട്ടിക്കൂട്ടിയത്. പക്ഷെ കൊള്ളാം. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ചല്ലേ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ.